വാഗ്ദാനത്തെ ഓർത്ത് എനിക്ക് നന്ദി പറയും. പാടി നോക്കി പാട്ട് പാടാം. ആകാശം മാറും, ഭൂതലവും മാറും, മാറാത്ത വചനം, ജീവനുള്ള വചനം കേൾക്കാനായിട്ട് 100 മേനി 60 മേനി 30 മേനി കടന്നു പ്രവർത്തിക്കാനായിട്ട് ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാറുള്ളത് വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും എന്നും മാറാറുള്ളത് വചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ പെയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ പെയ്യാൻ പോകാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാറുള്ളത് വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, എന്നും എന്നും മാറാറുള്ളത് വചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ പെയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ പെയ്യാൻ പോകാം. ഉണരുക നിങ്ങൾ, വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ. ഇസ്രായേലേ, ഉണരുക നിങ്ങൾ, വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാലെല്ലാം കതിരായിടും. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാലെല്ലാം കതിരായിടും. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാറുള്ളത് വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും എന്നും മാറാറുള്ളത് വചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ പെയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ പെയ്യാൻ പോകാം. നിങ്ങൾ കണ്ണുകളൊക്കെ നോക്കുക, കാലുകളെല്ലാം വിളഞ്ഞ് കൊയ്ത്തിന് പാദമായിരിക്കുന്നു. വയലേലകളിൽ കതിരുകളായി വിളവെയ്യാനാ അണിചേർന്നിടാം. വയലേലകളിൽ കതിരുകളായി വിളവെയ്യാനാ അണിചേർന്നിടാം. അതുണ്ടായിട്ടും എന്നെ കേൾക്കുന്നില്ല, സത്യം എന്നെ കാണുന്നില്ല. അതുണ്ടായിട്ടും എന്നെ കേൾക്കുന്നില്ല, സത്യം എന്നെ കാണുന്നില്ല. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാറുള്ളത് വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, എന്നും എന്നും മാറാറുള്ളത് വചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ പെയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ പെയ്യാൻ പോകാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാച് നമ്മളിൽ നിന്ന് വിട്ടുപോകണമെന്നുണ്ടെങ്കിൽ വചനം ഉപയോഗിക്കുകയാണ് അതിന്റെ വലിയൊരു
അത് മാറിപ്പോകാനായിട്ട്, രോഗങ്ങളായാലും പിന്നെ പൈശാചിക ശക്തികളായാലും മാറിപ്പോകാനായിട്ട് നമുക്ക് വേണ്ട വചനം ഉപയോഗിക്കുക. വചനം ഉപയോഗിക്കുക, വിശ്വാസത്തോടെ വചനം ഉപയോഗിക്കുക എന്നുള്ളതാണ്. മറ്റു ചില സഭകളെല്ലാം അവർ അതിന് പ്രത്യേകം പഠിപ്പിക്കാറുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. നമ്മൾ അതിൽ കുറച്ച് കുറവാണ്. എങ്കിലും നമ്മൾ അത്യാവശ്യം വേണ്ട വചനം, നമുക്ക് ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ അസ്വസ്ഥത കടന്നു വന്നപ്പോൾ, കള്ളം വരുന്നത് മോഷ്ടിക്കാനും കൊല്ലുവാനുമാണ്. അവൻ പലതരത്തിലുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരും, പല സമയങ്ങളിലായിട്ട്, പല സാഹചര്യത്തിലായിട്ട്, ദിവസങ്ങളിലായിട്ട്. അപ്പൊ അതിന് ആ കൊണ്ടുവരുന്ന ചിന്തകള്, നെഗറ്റീവ് ചിന്തകള്, ദൈവത്തിൽ നിന്ന് അകറ്റുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന, നീരസപ്പെടുത്തുന്ന ചിന്തകള് നമുക്ക് വചനം ഉപയോഗിച്ച് ആ ചിന്തകൾ തരുന്നത് പിശാചാണ്. നിരാശപ്പെടുത്തുന്ന ചിന്ത, ഇനി ശരിയാവും, ഇതെന്തൊരു കഷ്ടം, ഇന്ന് ഒന്ന് തീരുന്നതിന് മുമ്പ് അടുത്ത് വന്നു കഴിഞ്ഞു, കഷ്ടം കഷ്ടം കഷ്ടം. അങ്ങനത്തെ അതുപോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഓരോന്നിങ്ങനെ തന്നേയിരിക്കും, ചിന്തകൾ തന്നേയിരിക്കും. അതിന് നമുക്ക് വചനം കൊണ്ടാണ്, വചനം പറഞ്ഞു കൊടുക്കുമ്പോഴാണ്, വചനം നമ്മൾ ഓർമ്മിച്ചു കൊടുക്കുമ്പോഴാണ് അവൻ ആ ചിന്തകൾ തരാതെ ഓടി മറിയുന്നത്. കാരണം വചനം കേട്ടു കഴിഞ്ഞാൽ പ്രകാശം ഉണ്ടാകട്ടെ ദൈവം കൽപ്പിച്ചു, ഉണ്ടാകാതെ കടന്നുപോയി. വചനത്തിന്, യേശുവിന്റെ വചനം എന്ന് പറഞ്ഞാൽ പേടിച്ചു വിറയ്ക്കും. വചനത്തിന് ശക്തിയാണ്. യേശുവിന് ശക്തി എന്ന് പറഞ്ഞാൽ യേശുവിന്റെ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും മുട്ടികൾ മടക്കും എന്ന് പറഞ്ഞതുപോലെ ആ യേശുവിന്റെ നാമം ഏറ്റു പറയുമ്പോ കർത്താവ്, യേശുവിന്റെ നാമത്തിന്റെ അർത്ഥം രക്ഷകൻ, അല്ലെ? രക്ഷകൻ, എല്ലാ തലത്തിലും രക്ഷ നൽകുന്നവൻ. അവന്റെ നാമം ഒന്ന് ഉച്ചരിക്കുമ്പോ തന്നെ ശക്തി ഉറവിടം, അതിൽ നിന്ന് ശക്തി പുറപ്പെട്ടാണെന്നുണ്ടെങ്കിൽ പിശാചിക ശക്തികൾ, രോഗങ്ങളും എല്ലാം മാറിപ്പോകും വിശ്വാസത്തോടെ പറയുമ്പോൾ. അതുപോലെ തന്നെ അവന്റെ വചനം, അവൻ പറഞ്ഞ വചനങ്ങൾ ഏറ്റു പറയുമ്പോഴത്തേക്കും അതുപോലെ തന്നെയാണ് പിശാചിന് നിൽക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മളെ ഒരു നിരുത്സാഹപ്പെടുത്തുന്ന ഒരു ചിന്തകൾ വഴി പിശാച് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് നമ്മളോട് കർത്താവ് പറഞ്ഞ വചനം വഴി അവനെ ഓർമ്മിച്ചു കൊടുക്കും. അവന് സഹായിക്കുന്ന ചില വചനങ്ങൾ നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിക്കുന്നു. ഈ ഇടയ്ക്കുള്ള മാസത്തിൽ 1-2 ദിവസങ്ങളിൽ പറ്റുമെങ്കിൽ ഇന്ന് പഠിച്ചത് വീണ്ടും ഒന്ന് നമ്മൾ ഓർമ്മ പുതുക്കാനായിട്ട് പുതുക്കാൻ ശ്രമിക്കും. പിന്നെ കൂടുതൽ പഠിക്കാനും ശ്രമിക്കും. നമ്മൾ ആദ്യമേ ധ്യാനിക്കുന്നത് ദൈവ സാന്നിധ്യ ബോധം നൽകുന്ന വചനമാണ്. എന്നുള്ളവർ എഴുതിയെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച മുതൽ, അടുത്തല്ല, ഞാൻ മുമ്പേ പറഞ്ഞിരിക്കാം. ദൈവ സാന്നിധ്യം ബോധം നൽകുന്ന, നമ്മൾ ഒരു ഉദാഹരണത്തിന് ഇത് മാത്രം, നമ്മുടെ കൊച്ചു കൂട്ടായ്മയിൽ, നമ്മുടെ വീട്ടില് നമ്മൾ തന്നെ ഒരു കൊച്ചു പ്രാർത്ഥന നടത്തുമ്പോഴത്തേക്ക് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യ വചന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പഠിച്ചത് തന്നെയായിരിക്കും എങ്കിലും, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നത് തന്നെയായിരിക്കും എങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തി നമ്മളൊന്ന് മനസ്സിലാക്കണം. ഉദാഹരണത്തിന് നമ്മളൊരു കൊച്ചു കൂട്ടായ്മ, അല്ലെന്നുണ്ടെങ്കിൽ എന്റെ കുടുംബ കൂട്ടായ്മ നടത്തുമ്പോഴത്തേക്ക് നമ്മൾ പറയാണ് യേശുവിന്റെ നാമത്തിൽ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ അത്യാവശ്യം അവരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ ഇരിക്കുന്ന മക്കളെ അല്ലെങ്കിൽ വീട്ടുകാരെ ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു വചനമാണ്. 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നതിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. മത്തായി 18:20. നമ്മളത് അറിഞ്ഞിരിക്കണം. ആ വചനം പറഞ്ഞായിരിക്കണം നമ്മൾ പ്രാർത്ഥന തുടങ്ങേണ്ടത്. 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്ന അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. മത്തായി 18:20. നമ്മൾ നേരിട്ട് പറഞ്ഞു. മത്തായി 18:20. 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും.